ഞാൻ അങ്ങനെ പറ്റിക്കൂരങ്ങളാ. ബോസേട്ടെന്ന് വെച്ചാ എനിക്ക് ജീവേ എന്റെ. നാരദനാവുന്ന ഞാൻ ഈ എക്സ്ലാൻഡിസ് വിട്ട് എന്നേക്കുമായി എന്റെ ജീവനോട് വിട പറയുകയാണ്. സിറ്റിയിൽ ആദ്യത്തെ ക്യാരക്ടർ ഉണ്ട്. വാ കേറ്, നേരെ കേറ്, വാ എടാ, വാ കേറ്, വാ പൂച്ചയാ വർക്കി, വാ കേറാ കേറ, നേരെ കേറ, വാ കറങ്ങിട്ട്. ഞാനും നീ ഉണ്ടായിരുന്നാ? ഗേൾഫ്രണ്ടാ? ഗേൾഫ്രണ്ട് കോൾസ് ആണോ വരുന്ന? ഇല്ല ഞാൻ ഇറങ്ങും. ആ പോട്ടെ 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 പോട്ടെ. ഓക്കെ വണ്ടി വളയുന്നില്ല. അല്ല ബഗ്ഗല്ല, എന്റെ ഇത് വർക്കാണ്. ഏത് 21 പോസ്കോ അല്ലെന്നാ? ഇതൊക്കെ 21 പറയും അവസാനം. എടാ വളയുന്നില്ലടാ, അത് പഴയ സമ്പർക്കമുള്ളതാണേ. ചെറിയ ചെറിയ അപാകതകളൊക്കെ ഉണ്ടാവും. അവളുടെ സൗണ്ട് അങ്ങനെ. ഓ ആണോ അലീന? ആണോ അലീന? ഇതപ്പോ സംസാരിക്കട്ടെ അലീന. എടാ വർക്കി തോക്കുണ്ടോടാ? വണ്ടി എടുത്ത അടങ്ങ്. വീട്ടിൽ പോണോ? ആ വീട്ടിൽ പോണം. വീട്ടിൽ വണ്ടി നിറങ്ങി ഞാൻ വെടിച്ചാൻ കൊല്ലും. ഉറപ്പാണ്, സംസാരില്ല, വെടിച്ചാൻ കൊല്ലും. മെല്ലെ വണ്ടി നിറങ്ങിക്കോ. എന്നിട്ട് കൈപൊക്കി അവിടെ നില്ലേ. വണ്ടി നിറങ്ങി കൈപൊക്കി അവിടെ നില്ലേ. ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. എടാ ഒന്ന് ഇറക്കടാ, അവനൊന്ന് ഇറക്കിയ വലിച്ചിറക്കി. നീ ആരുടെ ഇറക്കണേ? നമ്മള് തമ്മിൽ എന്തെന്ന് ഇപ്പൊ പറഞ്ഞാലും ഇവിടെ 70 കോടി ഇവിടെ വെച്ചിട്ട് നീ സംസാരിച്ചാൽ മതി. 75. നിനക്ക് ഓർമ്മണ്ടല്ലടാ നിനക്ക് പട്ടി ഞാനൊരു കാര്യം പറയട്ടെ. പറയട്ടെ ഞാൻ അന്നേ പറഞ്ഞ് സാമീന്റെ ഇതിന് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത്. പക്ഷെ വേറെ സംഭവം വെച്ചാൽ അതിന് ശേഷം അലീനെ വെച്ച് എന്നെ കാണാൻ ഞാൻ പറ്റ ഇപ്പൊ സിറ്റിയില് സ്റ്റീൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ വേറൊരു ഇത് കാര്യമുണ്ട്. നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നിന്നെ അടിമുടി പരിശോധിച്ച് എത്ര രൂപ നിന്നെ എടുക്കാം. ഞാനത് ചെയ്യും. അടാ എന്റെ കയ്യിൽ 1 കോടി ഉറുപ്പിന്റെ മേളുണ്ടെങ്കിൽ എന്റെ അവസാനം നിന്റെ ബാങ്ക് അക്കൗണ്ട് എടുക്കട്ടെ ഞാൻ. എടുത്തോ. അപ്പൊ നീ അപ്പൊ നീ ആ 70 കോടി തിന്നാ? ഇല്ല, ഞാൻ അലീനച്ചിനെയും കൊടുത്ത്. അലീനച്ചക്ക് മറ്റവന്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കണം. ആരെ മുഖത്ത് എറിഞ്ഞു കൊടുക്കണം പറഞ്ഞു? ആ സ്ലാഷ് ഡെലുലുന്റെ. നീ എന്റെ അടുത്ത് ചോദിച്ചാടാ? പ്രശ്നായി. നീ ഒരു വാക്ക് എന്നോട് ചോദിച്ചോ? ഒരു വാക്ക് ഞാൻ ഓര് പറഞ്ഞു ഓർക്ക് അത് ഹർട്ടായി. അങ്ങനത്തെ പൈസ അമ്മക്ക് വേണ്ടടാ പറഞ്ഞിട്ട് അത് കൊടുത്ത്. ആ ഡൽഹിയിൽ സിറ്റിയിലുണ്ടാ? ഇല്ല, ഓന് പരോളിന് പോയി. നിങ്ങക്ക് പൈസ കിട്ടുന്ന വേറെ സാധനം ഉണ്ട്. നിങ്ങളാ പ്രൊഡക്ഷന് അത് അറിഞ്ഞായിരുന്നു. 10 കോടി ഉറുപ്പ്യാന്ന് ഞാൻ പെട്ട. അലീന എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞായിരുന്നു. അലീന അങ്ങനെ ഒരു കാശ് അലീന വാങ്ങിയിട്ടില്ലെന്നാണ് അലീന അടുത്ത് ഇന്നലെ പറഞ്ഞ. ഇത് നീ അന്ന് പറഞ്ഞപ്പോ നീ അന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അന്ന് നീ പറഞ്ഞപ്പോ എന്റെ അടുത്ത് ചോദിച്ചു. അല്ല ഞാൻ ചോദിച്ചു. ഞാൻ ചോദിച്ചു. അതിന് ശേഷം വാങ്ങിയിട്ടില്ല, അവള് വാങ്ങിയിട്ടില്ല. ഞാനും ഓറു ദേവൂട്ടിയൊക്കെ മറ്റേ ഈന് പോയി കേടാ നമ്മളെ കോയി കഫേ പോയപ്പോ ആർക്ക് ബ്ലോഗിങ്ങിന്റെ പരിപാടിക്ക് പോയതാണ്. അപ്പൊ ആടുന്ന് ഇതിനെ പറ്റി പറഞ്ഞപ്പോ ആ പൈസ നീ കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ പേര് പറഞ്ഞ് മുങ്ങയെന്ന് പറഞ്ഞേ. എടാ ആ പൈസ നമുക്ക് വേണ്ട, എനിക്ക് ആ ചെറുക്കന്റെ പൈസ അലീന സിറ്റിയിലുണ്ട്. ഞാൻ അലീനെ വിളിച്ച് ചോദിക്കാം. വിളിച്ചോ. കള്ളനടാ പണ്ടത്തെ പോലെ. ഇത് എന്തിനാടാ ഈ ആർപ്പിക്കേണ്ട ഒരു സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് മാറ്റണം? ഈ സ്റ്റീലൊക്കെ വേണമായിരുന്നടാ. നമുക്ക് 50 കോടിക്ക് മുകളിൽ എടുക്കാൻ പറ്റില്ല. പിന്നെ എന്താ സ്റ്റീലൊക്കെ വെച്ചത്?
ആ അലീന പറഞ്ഞ് നിന്റെ കയ്യിൽ നിന്ന് ഒരു കാശ് വാങ്ങിയിട്ടില്ല, ഒരു തേങ്ങയും വാങ്ങിയിട്ടില്ല. ആ കള്ള പട്ടി പറഞ്ഞ വിശ്വസിക്കല്ലേ, ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ തന്നെ പറഞ്ഞു, ആ പട്ടി പറഞ്ഞ വിശ്വസിക്കല്ലേ. കള്ളം ഇല്ലടാ, ഇല്ല വിശ്വാസമല്ല, എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമല്ല, അവളെ വിശ്വാസമാണ്. ഞാൻ കൊടുത്തിന് സത്യം എന്റെ മുന്നിൽ പറയാൻ പറ, ഞാൻ കൊടുത്തിന് ഓർക്ക്. ഞാൻ അങ്ങനെ പറ്റിക്കൂരങ്ങളാ മനസ്സിലാ. ഇവനെ വലിച്ചു വണ്ടി കേട്ടോ. ഏട്ടന്റെ രൂപം എന്ന് വെച്ചാൽ എന്റെ മനസ്സിനുള്ളിൽ എന്റെ ഹൃദയത്തിലാണ്. ഇനി നീ മാറ്റി ഹൃദയത്തിന്റെ അരി നീ ഇനി മാറ്റി പറയല്ലേ. ഇല്ല മാറ്റി പറയില്ല. എനിക്ക് ഞാൻ അങ്ങനെ പറ്റിക്കേണ്ട ആവശ്യം എനിക്ക് ഇല്ലാട്ടാ, അറിയാല്ല. പിടിയുമില്ല ഒരു തൊലിയുമില്ല. ബോസേട്ടൻ എന്ന് വെച്ചാൽ എനിക്ക് ജീവൻ, എന്റെ ജീവനൊക്കെ ഇപ്പം മാറും. ഏട്ടാ പീടി പോലെ എന്റെ ബോസേട്ടന്റെ ഒരു മുഖമല്ല ഉണ്ടല്ലോ, ഇപ്പൊ വേറെ മുഖം കാണിച്ചു തരാം. ഏട്ടന്റെ എയർ ഉണ്ട് പീടി പോലെ. എയർ ഉണ്ടല്ലേ? എയർ ഉണ്ടല്ലേ കയ്യില്? ആ എയർ വണ്ടിയിലോട്ട് പോയി. ഏട്ടാ ഇങ്ങക്ക് ഒരേ എയർ വേണോ? വെക്കടാ വണ്ടിയില്. വണ്ടിയിൽ വെച്ച് എയർ എടുത്തോ. ആ എയർ കഴിച്ചേ അതിന്റെ ഡ്യൂറബിലിറ്റി നോക്ക്. ഡ്യൂറബിലിറ്റി എത്ര ഉണ്ടാ? ഡ്യൂറബിലിറ്റി എത്ര ഉണ്ടായിരുന്നടാ? ഏട്ടാ നിങ്ങൾക്ക് എത്ര എയർ വേണം ഞാൻ തരാം. ഇലക്ട്രിക്കില്ല എന്തൊക്കെ പ്രശ്നം നോക്കണോ? ചെക്ക് എയർ തിരിച്ചുതരാൻ ഇല്ല, അങ്ങനെ വേറെ പണിയായിട്ടൊന്നുമില്ല. മറ്റേ സ്വിച്ച് ഇട്ട് നോക്കൂ, സ്വിച്ച് ഇല്ല അത് പോയില്ലേ? വേറെ ഒന്നുമില്ല. വണ്ടി മേടിച്ചിന് വണ്ടി വേണ്ട നിന്റെ. വണ്ടി 2 സീറ്റർ വണ്ടി. എടാ നിന്റെ ഇറങ്ങി നാരദാട്ട ഇനിയില്ല, ഇനി ഇറങ്ങ. ആ വണ്ടി എടുത്ത് പോടാ വണ്ടി എടുത്ത്. ഇല്ല ഞാൻ പോടാ. വാ നടന്നു വാ. ഞാൻ വണ്ടി ഓഫ് ചെയ്തിട്ട് പറഞ്ഞേ. അവനെ വണ്ടി കയറാൻ വിടല്ലേ. ഹലോ ഇറങ്ങടാ പാട്ടി. അവിടെ നില്ലേ. ഞാൻ ഒന്നുകൂടി ചോദിക്കാം. 70 കോടി ഇപ്പൊ എണ്ണി വെക്കാൻ ഇപ്പൊ പറ്റുവോ ഇല്ലയോ നിന്നെ കൊണ്ട്? ഇല്ല അലീന കൊടുത്ത്. നിന്റെ ജീവനാണ് നിന്റെ ഏറ്റവും അൾട്ടിമേറ്റ്. അതായത് ഒരു സിറ്റിയിലെ ഒരു മനുഷ്യ ജീവൻ, അതായത് നിന്റെ ജീവനാണ് നിനക്ക് വില. നിനക്ക് കള്ളം പറയാം, പക്ഷെ നിനക്ക് അധികം കള്ളം, കാരണം നിന്നെ ഞാൻ കൊല്ലും. നിന്നെന്താ ഞാൻ കൊല്ലും. എന്റെ വാസോടാണ് സത്യം, നിന്നെ ഞാൻ കൊല്ലും. എന്റെ ബോസായിട്ടാണ് സത്യം. എന്റെ പൈസ ഞാൻ പറയാൻ പോലെ പറയാം. നാരദനാവുന്ന ഞാൻ ഈ എക്സ്ലാൻഡിസ് വിട്ട് എന്നേക്കുമായി എന്റെ ജീവനോട് വിട പറയുകയാണ്. അതായത് ബോസാട്ടനോട് എന്റെ ജീവൻ എന്റെ ജീവനായ ബോസാട്ടനെ എന്റെ ജീവനോട് ഞാൻ വിട പറയുകയാണ്. ഞാൻ കൊല്ലൂടാ നാരദ, നിന്നെ കൊല്ലൂന്ന് പറഞ്ഞാ കൊല്ലൂടാ നാരദ. പറ കൊല്ലടാ നാരദ, നിന്നെ കൊല്ലടാന്ന് പറഞ്ഞ കൊല്ലടാ നിന്നെ. പറ നാരദനാവുന്ന ഞാൻ ഈ എക്സ്ലാൻഡിസ് സിറ്റി വിട്ട് എന്നേക്കുമായി നമുക്ക് എരിയോ ട്രിപ്പ് പോകാട്ടോ. അങ്ങനെയാണെങ്കിൽ എന്നേക്കായിട്ട് പോവുകയാണ്. അങ്ങനെ ആരും പറയുന്നത് പോന്ന്. ഇനി അണി ഏണിയല്ല, ഇനി ഈ രൂപത്തിലോ ഇനി രണ്ടക്ഷര ഭയങ്കര ഇവൻ കത്തി ഈ രൂപത്തിലോ സാദൃശ്യത്തിലോ
സാദൃശ്യത്തിലോ ഇങ്ങനെ ഒരാൾ ഇത് ഒറ്റ സ്ട്രെച്ച് പറഞ്ഞല്ലോ അടിപൊളിയായിരിക്കും. ഇങ്ങനെ മുന്നേ പറഞ്ഞു ഇങ്ങനെ ഒരാൾ സിറ്റിയിൽ കാണത്തില്ല. ആരാട്ടാ ഇങ്ങനെ ഒരാൾ സിറ്റി കാണത്തില്ല. പോവാന്നല്ലേ വാടാ പോയിട്ടാ. ഇങ്ങനെ ഒരാൾ സിറ്റി കാണത്തില്ല. ഇങ്ങനെ ആള് സിറ്റി കാണത്തില്ല. ആയതിനാൽ എന്റെ ക്യാരക്ടർ ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. പറ പറ പറ. എന്റെ ക്യാരക്ടർ വേണ്ട വേണ്ട വേണ്ട. എന്റെ ക്യാരക്ടർ ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. പറടാ. അച്ഛൻ കള്ളു വറക്കാത്തപ്പോ കള്ളുവർക്കിൽ അരി ഏടാ ഏടാ പറടാ. ഞാൻ എന്റെ ക്യാരക്ടറോട് എൻഡ് ചെയ്യാണ്. ഞാൻ എന്റെ ക്യാരക്ടറോട് എൻഡ് ചെയ്യുകയാണ്. ഇങ്ങ പോയിക്കാനെ ടി വി എന്താക്കൂ ഇങ്ങ പറ അണ്ണേ പറ. ഞാൻ കാര്യം പറട്ടെ. കൊന്നോളെ നാരദ നാരദ കൊന്നോളെ. നിനക്ക് ഞാൻ 10 വരെ എണ്ണും. എന്നെ കാശ് കൊടുക്കാം. 1 നമുക്ക് പൈസ എടുക്കാൻ പോവാ. വണ്ടി കയറി സ്വന്തം വണ്ടി പോലെയാണ്. നാരദ ഇനി വെളച്ചിലെടുത്ത അപ്പൊ തന്നെ കൊന്ന് കത്തിക്ക്. സിറ്റിയിൽ ആദ്യത്തെ ക്യാരക്ടർ നിന്റെ ആയിരിക്കും. അത്രേ ഉള്ളൂ. നല്ല ഫെയർവെൽ നമ്മള് തരും. ഇറങ്ങടാ അവിടെ മാറണ്ടാ നാരദ. ഇല്ല ആട്ട കേറിട്ട് ഞാൻ കേറുള്ളൂ. ഞാൻ അങ്ങനെ പോവില്ല. കാരണം എന്റെ ചോരയില് പോലും ബോസ് 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 ഗൂസ് എന്നാളെ. ചോരല്ല എന്റെ ചോരയിൽ ഉള്ളതിനെ കൊണ്ട് സഹിക്കാൻ വയ്യ. ഇവിടെ അപ്പഴാണ് മാമ വേറൊരു ചോര തന്നെങ്ങനെ പൊടാ മാറി. എനിക്ക് ഒരു 10 കോടി റുപ്യ അതവന്റെ വെച്ചാൽ മതി. അവൻ തരാണ്ടെങ്കിൽ നീ എനിക്ക് തരുള്ള ആശയം എനിക്കിതാ. പൈസന്റെ ഇതാണല്ലേ. ഇല്ല ഇല്ല പൈസന്റെ ഇതാണ്. പൈസന്റെ ഇതാണ്. അങ്ങനെയാണ് മനുഷ്യന്മാരാകുമ്പോ. മിസ്റ്റർ എക്സ് ഞാൻ മിസ്റ്റർ ചാറ്റിൽ 2 വർത്തമാനം പറഞ്ഞല്ലോ. നീ പറ. എന്റെ പേര് പറഞ്ഞ വെട്ടൂലേ. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം ബോസേട്ടാ. എനിക്ക് വ്യാഴാഴ്ച വരെ സമയം തരും. കാരണം എനിക്ക് എല്ലാരും മുന്നിൽ അനൗൺസ് ചെയ്യണം. താമരക്കണ്ണന്റെ അല്ല താമരാക്ഷം പിള്ള. അതിനകത്ത് കേട്ടി ഏത് ശരിയാണല്ലോ. ഇതേ കത്തിയാള് ഏത് ബാങ്കാണോ? ഫ്ലിക്ക് ആവണോ മെയിൻ ബാങ്ക് ആണോ? കൊറേ കാശില്ലടാ. ബാഗ് എടുത്തടാ വർക്കി. ഞാൻ ഇവിടെ കാശ് ഇങ്ങനെ നമ്മൾ അധികം കയ്യിൽ വെച്ചിരുന്നു. നമ്മളത് ഉപയോഗിക്കല്ലോ. ഞാൻ വെച്ചില്ല. മരത്തിന്റെ അടുത്ത് ഒളിപ്പിച്ച് വെച്ചില്ല. നീ എന്റെ എന്തിനാ കള്ളം പറഞ്ഞേ? പറഞ്ഞാലോ കൊറേ നേരം നിന്റെ എസ്കേപ്പ് ആർട്ട്. നീ കൊറേ നാളെ എന്റെ ഫ്രണ്ടിൽ നീ ഒളിച്ചോടും. നീ ആരാടാ? നീ മാഫിയ? അത് അല്ലാട്ടാ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എനിക്ക് ആട്ടന്റെ മുന്നിലേക്ക് പേടി. എന്നെ മുട്ടടിക്കും. മുട്ട ഇടിക്കും. കാണിച്ചു തരാം മുട്ട അടിക്കണേ. നിനക്കങ്ങ് പിള്ളേര് കളിയാ എന്റെ അടുത്ത് അങ്ങ്. അതല്ലേ നാട്ടിലൊരു ബലിയിലുണ്ടായിരുന്നു നാട്ടുകാർക്ക്. നാട്ടുകാരുടെ തെണ്ടി നിനക്ക് നിന്റെ ഭയങ്കര ബലയാട്ടാ. പൈസ ഈടല്ല എറടാ പട്ടി എറടാ ഇറങ്ങി. അയ്യോ വണ്ടി കയറി പോയി. വണ്ടി കയറി ചാകും അത്രേ ഉള്ളൂ. ഒറ്റ സബ്ജക്ട് ഈടല്ല വണ്ടീനുള്ളിലാണ്. ബാങ്കിലല്ല. നീ ബാങ്കിൽ പോന്നാ പറഞ്ഞ കേറ. ഞാൻ പറഞ്ഞില്ല ബാങ്കിൽ പോകുന്ന ബാക്കി അതറ. ഇല്ല കേറ നാരദ കൊല്ലും. വാണിംഗ് ഫയർ ആണ് നാരദ. കൊല്ലുവേ. ഹലോ ബോസേട്ടാ. സോറി ഒരു സാധനം വന്നു. അതെ ഏട്ടാ സത്യായിട്ടു എന്റെ കയ്യില് ബാങ്കിലാണ്. നിന്റെ കൈ ബാങ്കിലല്ല വണ്ടിയിലാ. എന്തൊക്കെ ചെയ്തായിരുന്നത് ഇപ്പൊ. പോയി ആ ചേച്ചിയുടെ അടുത്ത് വെച്ചിട്ട് ലോണാ വല്ല അവിടെ കുനിഞ്ഞോടെ എങ്ങനെയാണെങ്കിൽ കാശ് വാങ്ങിട്ട് പോ. ചെല്ല് പൈസ വേണോ?
ബോസ് കൊടുക്കാൻ അങ്ങനെ സർവർ ഡൗൺ ആണെന്ന്. അയ്യോ നീ ഡൗൺ ആവും അല്ലെങ്കിൽ ഇപ്പൊ സർവർ ഹോട്ട്സ്പോട്ട് കൊടുക്കാൻ പറ. ഞാൻ നോക്കാം. ഞാനൊരു 10 ഒരെണ്ണം. ആ പോന്നില്ല ഫോണ് കയ്യില് ഫോണ്. ഞാൻ സത്യം പറയാം. വണ്ടിയിലാ സത്യം വണ്ടിയിലാ. വണ്ടിയിൽ കാശ് നോക്കാൻ പറ്റില്ല. കേറ്. അത് സത്യം വണ്ടിയിൽ വെക്കാം. അല്ല, 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 വേണ്ട, വേണ്ട. പൈസ അങ്ങനെ എടുക്കാൻ ബാങ്കിലല്ലേ എങ്ങനെ പറഞ്ഞു. ബ്രോ നാരദ വിളിച്ചിട്ട് വന്നേടാ. ഇല്ല പറ്റൂല. സത്യം വണ്ടിയിലാന്ന് ഞാൻ കള്ളത്തരം പറയുന്നു. വണ്ടിയില് വേണ്ട, ഇവിടെ നടത്തേ. ആട്ടെ നമ്മളിപ്പോ വണ്ടിയിലുള്ള സാധനം വണ്ടിന്റെ ഡിക്കിയിൽ വെക്കൂലേ. കാശില്ലെന്ന് പറഞ്ഞപ്പോ തൊട്ട് നിന്നെ നീ എന്തായാലും വിശ്വാസമല്ല. നീ ബാങ്കിൽ വരാൻ പറഞ്ഞ ബാങ്കിൽ വന്നു. കാശ് ഇവിടെ ഒരുത്തനും വണ്ടിയിൽ കാശ് വെക്കൂല. കയ്യിൽ വെച്ചാലും കാശ് പോലെങ്കിൽ ഇവിടെ എല്ലാരും കയ്യിലും. ഞാൻ എടുക്കാത്തൊരു വണ്ടി. ഹലോ, ഞാൻ എടുക്കാത്തൊരു വണ്ടി ഉണ്ട്. ആ വണ്ടിയിലാണ് വെച്ചിട്ടുള്ളത്. ആ വണ്ടി വാലയിൽ വിളി. ബാലെ വിളിച്ചാ വരൂല. ആ ബാലെ വിളിച്ചിട്ട് ആ വണ്ടിയെ ഇവന്റെ പ്ലാൻ എന്താ അറിയട്ടെ. ഗ്യാരേജിൽ പോകുന്നു, വണ്ടി എടുക്കുന്നു, സ്കൂട്ടാവുന്നു. എടാ നമ്മളെ ബ്രോ നീ വരമ്പത്തോ വേണ്ട. പറയാൻ പറ്റൂല. ഈ ഞരമ്പിലൂടെ ഇപ്പൊ നമ്മള് വരമ്പത്തോടെയാണ്. നീ സാധനം എടുപ്പോ ചെല്ല്. സാധനം എടുത്ത് തരും നിനക്ക്. ഞാൻ ഇപ്പൊ സാധനം ഇപ്പൊ തരും ചോദിക്കട്ടെ. മണ്ടന ഗാരേജിൽ പോയിട്ട് അങ്ങനെ എടുക്കാൻ ഇപ്പൊ വേല വിളിച്ചാൽ അങ്ങനെ പോയിക്കോടെ. അല്ല വേല വിളിച്ചതിന്റെ വണ്ടി വരത്തില്ലല്ലോ. നീ ഇപ്പൊ ഇവിടെ നിന്ന് വേല വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിലേ വണ്ടി വരത്തുള്ളൂ. അന്നേരം നിന്റെ അപ്പൊ തന്നെ കൊല്ലുമല്ലോ നമ്മള്. നീ വേല വിളിച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇത് തൊട്ടപ്പുറത്തെ ഗാരേജിൽ വണ്ടി എടുത്താലും വരുള്ളൂ. മറ്റേ വേണ്ട വരണ്ട, അങ്ങനെ വരണ്ട, അങ്ങനെ വേണ്ട. വിളിച്ചായിരുന്നു. ഇങ്ങോട്ട് ഇങ്ങോട്ടാ നാരദ. എനിക്ക് മുട്ട നെയ്മ അടിച്ച വാ. ഇതാ വണ്ടി. ഇല്ല ബാബാ ചത്ത് അയ്യോ ചത്ത് ചോര പോയി. ചേച്ചി ഇവിടെ മാനേജർ നമുക്ക് കുനിഞ്ഞിരിക്കും. എത്ര വെച്ച് ലോൺ കൊടുക്കാമോ? അങ്ങനെ ആരും പൈസ ഒന്നും വേണ്ട. നീ ഏതോ ഓടും. മനസ്സിലെത്തോ? നിനക്ക് മനസ്സിലായില്ലേ എന്തായാലും നിന്നെ കൊന്നറിയും. നിന്നെ നൈസായിട്ട് ഇങ്ങോട്ട് ഇതാണ്. ഒരു 5 ഒരെണ്ണം. ഈ ഇതിന്റെ അടവൊക്കെ മാറ്റിയിട്ട് കൊറേ ചാൻസ് ആയേ നാരദ. ഇത് ലാസ്റ്റ് ചാൻസാ. കാശെടുത്ത് അതുപോലെ എന്റെ കൈ തന്നിട്ട് മര്യാദയ്ക്ക് വിട്ടോ. 2-3 സെക്കൻഡ് സമയം തരാൻ. ഇല്ല തരാൻ പറ്റൂല. നിങ്ങളെ മുന്നിൽ ഇങ്ങനെ നിൽക്കൂ. ശരി. 1 2 3 സെക്കൻഡ് കഴിഞ്ഞ് എവിടെ പുതിയ എടാ ഇവനെ നമ്മള് ക്യാരക്ടർ ചെയ്യാൻ പോണേ. എടാ ഫുഡ് തരോടാ. ഒരുത്തനെ കൊണ്ട്
ബോസട്ടെ ഞാൻ വന്ന് ഇങ്ങനെ എടുക്കുന്നേ ആ കൈ പൊക്ക് കൈ പൊക്ക് കൈ പൊക്ക് കൈ നിക്ക് ഇങ്ങോട്ടോടാ കൈ പൊക്കടാ നിന്നോട് തോക്കാ കൈ പൊക്കാനാ പറഞ്ഞ ബോസട്ടെ കൈ പൊക്കടാ നിന്റെ അടുത്താ പറഞ്ഞേ ആട്ടനോട് ആട്ടനോട് ആട്ടെ ആട്ടാ ഞാനേ ആ ക്യാരക്ടർ എന്റെ പറഞ്ഞ എന്റെ നീ സിറ്റിയിൽ ഉണ്ടാവില്ല അല്ല നിങ്ങ കോൽ ലീഡർ നമ്മളെ കുടുംബത്തിലെ കോൽ ലീഡർ നീ ഏത് അങ്ങനെ അല്ലല്ല ഞാൻ നിന്റെ ക്യാരക്ടർ തീർക്കുമെന്ന് പറഞ്ഞേ എന്റെ അല്ലല്ല പൈസ എടുക്കാം പാട്ടാ ആ അതാണ് നല്ല കാര്യം ഇപ്പൊ പറയ ഷോക്ക് അടിച്ച് ക്യാരക്ടർ നടക്കുമെന്ന് പറയുമ്പോ അടിച്ച് തിരിക്കുന്നാരതാ മരിക്കുന്നാടാ ചുണ്ടുവടം പാറ്റിയിട്ടേ ആ നാരദാ ഫോണി വിളിക്കാനല്ലേ പറഞ്ഞേ എടാ ഈ കള്ള തെണ്ടി നാരടാ നാരദാ പയ്യൻ ഡേയ് ഫ്രാഡേ ഡേയ് ഫ്രാഡ് പോയടേ ഇങ്ങ് വാ പൈസ എടുക്കണ്ടേ കേറ് ആ അകത്ത് എനിക്ക് ഈ പെണ്ണുങ്ങൾ ഇഷ്ടമായില്ല നമുക്ക് അപ്പുറത്ത് വാങ്ങി പോട്ടെ എടാ പൊലയാടി കൊത്തുകളെ എനിക്ക് ഒരു മിനിറ്റ് എനിക്ക് ഇങ്ങനത്തെ ഒറ്റക്ക് ഒരു കാര്യം സംസാരിക്കണം ഇല്ല 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 ഒറ്റ ഒന്നും സംസാരിക്കണ്ട അല്ല അങ്ങ് ഒറ്റക്ക് പ്ലീസ് പ്ലീസ് ഒറ്റക്ക് ഇങ്ങോട്ട് ബാ ഇങ്ങോട്ട്